TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന അധ്യായത്തിലെ 10ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് RNA ആൻഡ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന ടോപ്പിക്കാണ്. ഏതൊക്കെ ടൈപ്പ് RNA ആണുള്ളത്, ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് RNA ആൻഡ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഇൻ ബാക്ടീരിയ there are 3 മേജർ ടൈപ്സ് ഓഫ് RNAs. ബാക്ടീരിയയിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ 3 ടൈപ്പ് RNAs ആണുള്ളത്. mRNA ഓർ മെസ്സഞ്ചർ RNA, tRNA or transfer RNA, rRNA or ribosomal RNA. 3 ടൈപ്പ് RNA. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നമുക്കറിയാം. അതായത് DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ ഒരു ടൈപ്പ് RNA മാത്രമല്ല, 3 ടൈപ്പ് RNAs ബാക്ടീരിയയിൽ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്നുണ്ട്. mRNA, tRNA, rRNA എന്നിവയാണ് ആ RNA. ഈ 3 RNAസും പ്രോട്ടീൻ സിന്തസിസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള RNA ആണ്. ഫസ്റ്റിൽ നമുക്ക് എന്താണ് mRNA എന്ന് മനസ്സിലാക്കാം. DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട RNA ആണ് mRNA അഥവാ മെസ്സഞ്ചർ RNA. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള മെസ്സേജ്, ഏത് പ്രോട്ടീനാണ് സിന്തസൈസ് ചെയ്യേണ്ടത് എന്ന മെസ്സേജ് വഹിക്കുന്ന RNA ആണ് mRNA. The mRNA provides the template for protein synthesis. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ബേസ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് mRNA ആണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് mRNA മോളിക്യൂളാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് RNA ആണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. mRNA മോളിക്യൂളിൽ നമുക്കറിയാം അതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബേസ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. mRNA മോളിക്യൂൾസിൽ നൈട്രജൻ ബേസുകളുടെ സീക്വൻസ്, അതാണ് ജനറ്റിക് കോഡിനെ നിശ്ചയിക്കുന്നത്. ഒരു 3 നൈട്രജൻ ബേസുകൾ ചേരുമ്പോഴാണ് ഒരു ജനറ്റിക് കോഡ് രൂപപ്പെടുന്നത്. അത് ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്നു. ആ അമിനോ ആസിഡ് ഏതാണ് എന്ന് റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അമിനോ ആസിഡിനെ സൈറ്റോപ്ലാസത്തിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന റൈബോസോമിനകത്തേക്ക് കൊടുക്കുക എന്നുള്ള ജോലി, ട്രാൻസ്ഫർ ചെയ്യുക, കൈമാറ്റം ചെയ്യുക എന്നുള്ള ജോലി നിർവഹിക്കുന്ന RNA ആണ് tRNA അഥവാ ട്രാൻസ്ഫർ RNA. tRNA ബ്രിങ്സ് അമിനോ ആസിഡ്സ് ആൻഡ് റീഡ് ദ ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡിനെ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അമിനോ ആസിഡിനെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന RNA ആണ് tRNA. ഇനി അടുത്ത 3ാമത്തെ RNA ആണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. റൈബോസോമിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു 2 സബ് യൂണിറ്റുകൾ ചേർന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ഥലമാണ് റൈബോസോംസ്. റൈബോസോമിനൊരു സ്മാളർ സബ് യൂണിറ്റും ഉണ്ട്, ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്. ഈ 2 സബ് യൂണിറ്റും അസംബിൾ ചെയ്തിട്ടാണ് റൈബോസോമിൻ്റെ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറുന്നത്. ഈ രൂപത്തിലേക്ക് മാറുന്നത് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് മാത്രമാണത് ഈ രൂപത്തിലേക്ക് മാറുക. അല്ലാത്ത സമയത്ത് 2 സബ് യൂണിറ്റും ഡിസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. ഈ റൈബോസോമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഈ പടത്തിൽ കാണുന്നത്. ഇതിൽ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് അതിൻ്റെ സ്മാളർ സബ് യൂണിറ്റിനെ സൂചിപ്പിക്കുന്നത്. ഈ ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് ലാർജർ സബ് യൂണിറ്റിനെ സൂചിപ്പിക്കുന്നത്. rRNA പ്ലേ എ സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ സമയത്ത് അതിൻ്റെ സ്ട്രക്ചറൽ ആ ഒരു രൂപം അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഈ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യാനും സഹായിക്കുന്ന RNA ആണ് റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA. ഇനി 3ാമത്തെ വിഭാഗം ആൾക്കാരാണ് RNA പോളിമറൈസ്. RNA പോളിമറൈസ് എന്ന് പറയുമ്പോൾ നേരത്തെ DNA പോളിമറൈസ് എൻസൈം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. DNA പോളിമറൈസേഷൻ സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറൈസ്.
അതുപോലെ RNA നിർമ്മിക്കുന്ന എൻസൈമാണ് RNA പോളിമറൈസ് എൻസൈം. RNAയുടെ പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈമാണ് RNA പോളിമറൈസ് എൻസൈം. ബാക്ടീരിയയെ സംബന്ധിച്ച് ഒരു സിംഗിൾ RNA പോളിമറൈസ് എൻസൈമാണ് 3 ടൈപ്പ് RNAയെ നിർമ്മിക്കാൻ സഹായിക്കുന്നത്. അതായത് mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA, tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA, rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഈ 3 RNA ആണ് ബാക്ടീരിയയിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഈ 3 RNAയും സിന്തസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നത് ഒരു സിംഗിൾ RNA പോളിമറൈസ് എൻസൈമാണ്. A single DNA dependent RNA polymerase catalyzes transcription of all types of RNA in bacteria. ഇനി എങ്ങനെയാണ് ബാക്ടീരിയയിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്? പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ പ്രോകാരിയോട്സ്. ഈ പ്രോസസ്സിനെ നമുക്ക് 3 സ്റ്റെപ്പുകളായിട്ട് നമുക്കൊന്ന് തിരിക്കാം. The process of transcription in bacteria includes 3 steps, that is initiation, elongation, termination. 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഈ പ്രോസസ്സിനെ തിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യേഷൻ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക? നേരത്തെ മനസ്സിലാക്കി. പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറൈസ് എൻസൈമാണ്. ഇപ്പോൾ DNA ഒരു ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂളാണ്. DNAയുടെ ഒരു പർട്ടിക്കുലർ സ്ട്രാൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഭാഗം ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടേണ്ടത്. അതാണ് ഒരു പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഭാഗമെന്ന് കണക്കാക്കിയാൽ അത്രയും ഭാഗം അൺവൈൻഡ് ചെയ്യണം. അൺവൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നതും പോളിമറൈസേഷന് സഹായിക്കുന്നതും ഈ എൻസൈം തന്നെയാണ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ RNA പോളിമറൈസ് ബൈൻഡ്സ് ടു ദ പ്രൊമോട്ടർ ആൻഡ് ഇനിഷ്യേറ്റ്സ് ട്രാൻസ്ക്രിപ്ഷൻ. നേരത്തെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാകും. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റിനെ പ്രൊമോട്ടർ എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന റീജിയൻസിനെ ടെർമിനേറ്റർ എന്ന് വിളിക്കും. ഇടയ്ക്കാണ് സ്ട്രക്ചറൽ ജീൻ കാണുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പോളിമറൈസ് എൻസൈം വന്ന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ്. RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിൽ ദ ബൈൻഡിങ് ഓഫ് ദ RNA പോളിമറൈസ് കോസസ് ലോക്കൽ അൺവൈൻഡിങ് ഓഫ് ദ DNA ഡബിൾ ഹെലിക്സ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചു, DNAയുടെ സ്ട്രക്ചറൽ ജീൻ ഇരിക്കുന്ന പോർഷൻസ് അത്രയും അൺവൈൻഡ് ആകണം. അപ്പോൾ RNA പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ റീജിയൻ അൺവൈൻഡ് ചെയ്യുകയും അവിടെ RNA പോളിമറൈസ് ഒന്ന് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സ്റ്റെപ്പിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്, ഒരു കെമിക്കലാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ. ഈ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഇനിഷ്യേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. RNA polymerase binds temporarily with the initiation factor sigma factor to initiate the transcription. Transcription process സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിഷ്യേഷൻ ഫാക്ടർ അല്ലെങ്കിൽ സിഗ്മ ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. RNA പോളിമറൈസിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. അൺവൈൻഡിങ് ഈസ് ഫോളോഡ് ബൈ ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ പ്രോസസ് ഈസ് ആൾസോ ഹെൽപ്ഡ് ബൈ ദ കോർ എൻസൈം RNA പോളിമറൈസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ ഇലോങ്ങേറ്റ് ആവുക, ദാറ്റ് മീൻസ് നീളം കൂടുക. ആരുടെ നീളം കൂടുക? RNAയുടെ നീളം കൂടുക. RNAയുടെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് RNAയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, RNA മോളിക്യൂള് നൈട്രജൻ ബേസുകൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും RNAയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ആ സ്റ്റെപ്പിനാണ് ഇലോങ്ങേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടെർമിനേഷൻ. ടെർമിനേറ്റ് ആവുക. നേരത്തെ സൂചിപ്പിച്ചു, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് 2 എൻഡുകളുണ്ട്. ഒരു പ്രൊമോട്ടർ എൻഡും ഉണ്ട്, ഒരു ടെർമിനേറ്റർ എൻഡും ഉണ്ട്. പ്രൊമോട്ടർ എൻഡിൽ വന്ന് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ടെർമിനേറ്റർ റീജിയനിൽ RNA പോളിമറൈസ് എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ കൂടെ ഉണ്ട്. അതിന് റോ ഫാക്ടർ എന്ന് വിളിക്കും. സിഗ്മ ഫാക്ടർ ഇനിഷ്യേഷന് സഹായിക്കും, റോ ഫാക്ടർ ടെർമിനേഷന് സഹായിക്കും.
When RNA polymerase reach the terminator region, the newly formed RNA and RNA polymerase fall off. RNAയും RNA polymerase അതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോരുന്നു. RNA polymerase binds temporarily with the termination factor or Rho factor to terminate the transcription. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലെ 3 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനിഷ്യേഷൻ. ഇൻ ദ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് RNA polymerase binds with the promoter region and this binding is accelerated or helped by factor known as sigma factor. During the elongation phase, the length of the RNA molecule increases. And in the termination phase, when the RNA polymerase reaches the terminator region, the RNA polymerase fall off and this process is helped by another factor known as Rho factor. ബാക്ടീരിയയുടെ അഥവാ പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ബാക്ടീരിയയുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈമൾട്ടേനിയസ് ആണ് എന്നുള്ളത്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സും ട്രാൻസ്ലേഷൻ പ്രോസസ്സും ഒരേ സമയത്ത് നടക്കുന്നു എന്നുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, mRNA DNA-യിൽ നിന്നും ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ നിന്നും mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ബാക്ടീരിയയിൽ ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളത് അറിയാം. കാരണം ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പ്രോകാരിയോട്സിൽ അല്ലെങ്കിൽ ബാക്ടീരിയയിലില്ല. ഒരു ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും തമ്മിൽ വ്യക്തമായിട്ടൊരു വേർതിരിവില്ല. അതുകൊണ്ട് DNA-യിൽ നിന്നും mRNA ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അതിൽ റൈബോസോം എന്ന് അറ്റാച്ച് ചെയ്യുകയും പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. In bacteria, transcription and translation takes place in the same compartment since there is no separation of cytosol and nucleus in bacteria. ബാക്ടീരിയയിൽ എന്തുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും തങ്ങളിൽ ഒരു സെപ്പറേഷൻ ഇല്ല. ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ടുള്ള ഒരു സെപ്പറേഷൻ പ്രോകാരിയോട്സിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അവിടെ റൈബോസോംസ് വന്ന് അറ്റാച്ച് ചെയ്യുകയും ട്രാൻസ്ലേഷൻ പ്രോസസ്സ് അഥവാ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. ട്രാൻസ്ലേഷൻ ബിഗിൻ മച്ച് ബിഫോർ ദ mRNA ഈസ് ഫുള്ളി ട്രാൻസ്ക്രൈബ്ഡ്. mRNA പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരുന്നതിന് മുമ്പ് തന്നെ കുറച്ചു ഭാഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ റൈബോസോംസിൻ്റെ സ്മാളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും വന്ന് അറ്റാച്ച് ചെയ്ത് അമിനോ ആസിഡുകൾ tRNA മോളിക്യൂൾ കൊണ്ടുവരികയും പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ബിഗിൻ മച്ച് ബിഫോർ ദ mRNA ഈസ് ഫുള്ളി ട്രാൻസ്ക്രൈബ്ഡ്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്ന് നോക്കാം. ഇൻ യൂക്കാരിയോട്സ് there are 3 RNA polymerase. പ്രോകാരിയോട്സിൽ ഒറ്റ RNA പോളിമറേസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യൂക്കാരിയോട്സിൽ 3 RNA പോളിമറേസസ് ഉണ്ട്. RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3. പോളിമറേസിൻ്റെ പേരിൻ്റെ കൂടെ 1, 2, 3 എന്നുള്ള വേർതിരിവ് മാത്രമേ പേരിലുള്ളൂ. അപ്പോൾ 3 ടൈപ്പ് RNA പോളിമറേസസ് യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്നുണ്ട്. ഓരോ RNA പോളിമറേസിൻ്റെയും ജോലി എന്താണെന്ന് നോക്കാം. RNA polymerase 1 transcribes rRNAs. rRNAs എന്താണെന്നറിയാം? റൈബോസോമൽ RNAs. ദാറ്റ് ഈസ് 28S, 18S, 5.8S. അങ്ങനെ 3 ടൈപ്പ് RNA പോളിമറേസ് 1 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. RNA പോളിമറേസ് 1 എന്ന് പറയുന്ന ആ ഒരു എൻസൈം 3 ടൈപ്പ് RNA അല്ലെങ്കിൽ റൈബോസോമൽ RNAയെ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്നു അല്ലെങ്കിൽ സിന്തസിസിന് സഹായിക്കുന്നു. ഏതൊക്കെയാണ് RNA? 28S rRNA, 18S rRNA, 5.8S rRNA.
എന്താണ് ഇവിടെ ഈ എസ് സൂചിപ്പിക്കുന്നത്? അതായത് ഇതൊരു റൈബോസോമാണ്, യൂക്കാരിയോട്സിൻ്റെ റൈബോസോമാണ്. ഈ റൈബോസോം എന്ന് പറയുന്നത് അതിൻ്റെ 80S റൈബോസോംസ് ആണ് യൂക്കാരിയോട്സിലുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് സ്വെറ്റ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അതായത് സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻറ്റിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് സ്വെറ്റ്ബർഗ് യൂണിറ്റ്. റൈബോസോംസ് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒരു ചെറിയ സബ് യൂണിറ്റും സ്മാൾ സബ് യൂണിറ്റും വലിയ സബ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഈ സബ് യൂണിറ്റുകൾ പരസ്പരം കൂടിച്ചേർന്നല്ല സാധാരണ രീതിയിൽ കാണുക. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് മാത്രമാണ് ഇവർ രണ്ടുപേരും കൂടിച്ചേരുന്നത്. ആ കൂടിച്ചേർന്നിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയാൽ അത് സെഡിമെൻറ്റ് ചെയ്യുന്ന റേറ്റാണ് 80S. ഇനി കൂടിച്ചേർന്നിരിക്കാത്ത സമയത്താണെന്ന് വിചാരിക്കുക. ആ സമയത്താണെങ്കിൽ അതിൻ്റെ ലാർജർ സബ് യൂണിറ്റ് സെഡിമെൻറ്റ് ചെയ്യുന്ന റേറ്റാണ് 60S. ഇനി സ്മാളർ സബ് യൂണിറ്റ് സെഡിമെൻറ്റ് ചെയ്യുന്ന റേറ്റാണ് 40S. അപ്പോൾ ഈ ഒരു 2 സബ് യൂണിറ്റും നിർമ്മിക്കപ്പെടുന്നത് 4 ടൈപ്പ് RNAs ചേർന്നിട്ടാണ്. അതിൽ RNA പോളിമറേസ് 1 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് 28S, 18S, 5.8S ഈ 3 ടൈപ്പ് RNA ആണ്. പിക്ചറിൽ നോക്കിയാൽ കാണാം 28S RNA, അതുപോലെ 18S RNA, 5.8S RNA. ഇത് രണ്ടെണ്ണവും ലാർജർ സബ് യൂണിറ്റിനെ സിന്തസിസിന് സഹായിക്കുന്ന RNA ആണ്. ഇത് സ്മാളർ സബ് യൂണിറ്റിൻ്റെ സിന്തസിസിന് സഹായിക്കുന്ന RNA ആണ്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന സെഡിമെൻറ്റേഷൻ റേറ്റാണ് 60S. ഓരോ RNAയുടേതായിട്ടാണ് പറയുന്നത്. ഇവിടെ 5S സെഡിമെൻറ്റേഷൻ റേറ്റുള്ള ഒരു rRNA ഉണ്ട്, 5.8S സെഡിമെൻറ്റേഷൻ റേറ്റുള്ള rRNA ഉണ്ട്, 28S സെഡിമെൻറ്റേഷൻ റേറ്റുള്ള rRNA ഉണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർന്ന് വരുമ്പോൾ ഈ ലാർജർ സബ് യൂണിറ്റിൻ്റെ സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത് 60S ആണ്. ടോട്ടലി ഇതെടുക്കുന്നതല്ല അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 40Sൽ ഒരു ടൈപ്പ് RNA ആണ് അതിൻ്റെ സിന്തസിസിന് സഹായിക്കുന്നത്. ആ RNAയുടെ മാത്രം സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 18S ആണ്. ആ സ്മാളർ സബ് യൂണിറ്റിൻ്റെ സെഡിമെൻറ്റേഷൻ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 40S ആണ്. RNA പോളിമറൈസ് 1 എൻസൈം യൂക്കാരിയോട്സിൽ 3 rRNAയുടെ പോളിമറൈസേഷന് അല്ലെങ്കിൽ സിന്തസിസിന് സഹായിക്കും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 28S, 18S ആൻഡ് 5.8S. 5S സിന്തസിസ് നടത്തുന്നത് RNA പോളിമറൈസ് 3 ആണ്. RNA പോളിമറൈസ് 1 ആണ് ബാക്കി 3 rRNAയും പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈം RNA പോളിമറൈസ് 1 ആണ്. ഇനി RNA പോളിമറൈസ് 2ൻ്റെ ജോലി എന്താണ്? RNA പോളിമറൈസ് 2 ആണ് ശരിക്കും mRNA സിന്തസിസിന് സഹായിക്കുന്ന പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈം RNA പോളിമറൈസ് 2. RNA പോളിമറൈസ് 2ൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് mRNAയുടെ ആദ്യ ഘട്ടം രൂപം കൊള്ളുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA ഓർ HNRNA എന്ന് വിളിക്കും. mRNA ആയിട്ട് പൂർണ്ണമായിട്ടും പ്രോസസ്സ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള RNAയെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA അഥവാ HNRNA. ദിസ് ഈസ് ദ പ്രിക്കർസർ ഓഫ് mRNA. mRNAയ്ക്ക് മുമ്പുള്ള മോളിക്യൂൾ അതിനെയാണ് പ്രിക്കർസർ എന്ന് വിളിക്കുന്നത്. mRNAയ്ക്ക് മുമ്പുള്ള പ്രിക്കർസറാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA ഓർ HNRNA. ഈ RNAയിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇൻട്രോൺസ് എന്നും എക്സോൺസ് എന്നുമുള്ള ടേം. അതിൽ DNA-യിൽ തന്നെ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ്, കോഡിംഗ് സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. അതുപോലെ നോൺ കോഡിംഗ് സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺസ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് സീക്വൻസ്. ഇത് രണ്ടും കൂടെ ചേർന്ന mRNA മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA ഓർ HNRNA. ഈ ഒരു RNAയുടെ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈമാണ് RNA പോളിമറൈസ് 2. നെക്സ്റ്റ് RNA പോളിമറൈസ് 3. RNA പോളിമറൈസ് 3 transcribes tRNA, 5S rRNA and snRNAs, that is small nuclear RNAs. എന്താണെന്ന് നോക്കാം. RNA പോളിമറൈസ് 3 ട്രാൻസ്ക്രൈബ്സ് tRNA. tRNA എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി, ട്രാൻസ്ഫർ RNA.
അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി റൈബോസോമിന് കൊണ്ടുകൊടുക്കുന്ന RNA ആണ് tRNA. അത് സിന്തസിസ് ചെയ്യുന്നത് RNA പോളിമറേസ് 3 ആണ്. ഇനി മറ്റൊരു ജോലി എന്താണ്? 5s rRNA. നേരത്തെ മനസ്സിലാക്കിയതാണ് 5s rRNA. ലാർജർ സബ് യൂണിറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 3 RNAs ഉണ്ട്. 5sഉം 5.8sഉം 28sഉം. ഇതിൽ 5.8sഉം 28sഉം നിർമ്മിക്കുന്നത് RNA പോളിമറേസ് 1 ആണ്. ഇതിൽ 5sന്റെ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം RNA പോളിമറേസ് 3 ആണ്. ഇനി snRNAs മറ്റൊരു ടൈപ്പ് RNA, ദാറ്റ് ഈസ് സ്മാൾ ന്യൂക്ലിയർ RNAs എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ RNAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ hnRNAയുടെ പ്രോസസ്സിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. RNA പോളിമറേസ് 3 3 ടൈപ്പ് RNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്. 5s rRNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്, snRNAസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, tRNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5s rRNA എന്തിനുള്ളതാണെന്നറിയാം? ലാർജർ സബ് യൂണിറ്റിൻ്റെ ഫോർമേഷൻ ഉള്ളതാണ് 5s rRNA. ഇനി tRNA എന്താണെന്ന് മനസ്സിലാക്കി. ട്രാൻസ്ഫർ RNA ആണ്, അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന RNA ആണ്. ഇനി snRS അല്ലെങ്കിൽ സ്മാൾ ന്യൂക്ലിയർ RNAs എന്ന് പറയുന്നത് their primary function of snRNAs is in the processing of pre-messenger RNA, hnRNA in the nucleus. അപ്പോൾ hnRNA ഇൻട്രോൺസും എക്സോൺസും കൂടെ ചേർന്നതാണ് hnRNA എന്നറിയാം. അതിൻ്റെ പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് snRNAs. RNA പോളിമറേസ് 1 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് 5.8s 28s 18s ആയിട്ടുള്ള rRNAs ആണ്. RNA പോളിമറേസ് 2 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് hnRNA ആണ്, പ്രിക്കഴ്സർ ഓഫ് mRNA ആണ്. RNA പോളിമറേസ് 3 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് tRNA, അതുപോലെ തന്നെ 5s rRNA, snRNAs. ഇങ്ങനെ 3 ടൈപ്പ് RNA പോളിമറേസ് യൂക്കാരിയോട്സിലുണ്ട്. പ്രോകാരിയോട്സിൽ ഒറ്റ RNA പോളിമറേസ് എൻസൈം തന്നെയാണ് mRNAയും rRNAയും tRNAയും ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കുക. യൂക്കാരിയോട്സിൽ 3 RNA പോളിമറേസ് 3 ഉണ്ട്. ഇനി RNA സ്പ്ലൈസിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു RNA സിന്തസിസ് നടക്കുമ്പോൾ ഇൻട്രോൺസും ഉണ്ട് എക്സോൺസും ഉണ്ടെന്ന് പറഞ്ഞു. RNA സിന്തസിസ് നടന്നു വരുമ്പോൾ ആ RNA മോളിക്യൂളിൽ കോഡിംഗ് സീക്വൻസ് ഉണ്ട്, അതിനെ നമ്മൾ ഇൻട്രോൺ എന്ന് വിളിക്കും. നോൺ കോഡിംഗ് സീക്വൻസ് ഉണ്ട്, അതിനെ നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കും. പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന റീജിയനാണ് എക്സോൺ, പ്രോട്ടീനിനെ കോഡ് ചെയ്യാത്ത റീജിയനാണ് ഇൻട്രോൺ. അപ്പോൾ RNA പ്രോസസ്സിംഗ് നടത്തുമ്പോൾ ഇതിൽ നിന്നും ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യപ്പെടുകയും എക്സോൺസിനെ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് RNA സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. The primary transcript of mRNA contain both the exons and the introns. Hence it is subjected to a process called splicing, where the introns are removed and exons are joined in a defined order. mRNA ഫോം ചെയ്തു വരുന്ന അല്ലെങ്കിൽ പ്രോസസ്സിങ് നടത്താത്ത mRNAയിൽ ഇൻട്രോൺസും ഉണ്ട് എക്സോൺസും ഉണ്ട്. അതിൽ നിന്നും ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുകയും എക്സോൺസിനെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് RNA സ്പ്ലൈസിംഗ്. RNA splicing, it is the process of removal of introns and joining of exons. ഇനി RNA പ്രോസസ്സിങ്ങിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. mRNA സിന്തസിസ് നടക്കുമ്പോൾ ആ mRNA മോളിക്യൂൾസ് സെല്ലിൽ തന്നെയുള്ള എക്സോന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസ് എൻസൈംസും ഉണ്ട്. ഈ എൻസൈംസുകൾ ഈ mRNAയെ ചിലപ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയാം, നശിപ്പിച്ച് കളയാം. അപ്പം അങ്ങനെ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി ആ എൻസൈംസിൻ്റെ ആക്ഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് mRNA മോളിക്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സെക്യൂരിറ്റിയെ നിയമിക്കുന്നു എന്ന് വെച്ചാൽ mRNAയുടെ 5' എൻഡിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. എന്ത് ക്യാപ്പാണ്? മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ ക്യാപ്പാണ്. ഗോനോസിൻ എന്താണെന്നറിയാം, ഗോനൈൻ പ്ലസ് റൈബോസ് ആണ് ഗോനോസിൻ, ദാറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്.
ആ ന്യൂക്ലിയോസൈഡിനെ മെത്തിലേറ്റ് ചെയ്യുന്നു, മീഥൈൻ ആഡ് ചെയ്യുന്നു, എന്നിട്ട് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂള് 5' എൻഡിൽ ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ക്യാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. In capping, an unusual nucleotide methyl guanosine triphosphate is added to the 5' end of hnRNA. hnRNA-യുടെ 5' എൻഡിൽ ഈ ഒരു ക്യാപ്പ് വെക്കുന്നു. എന്താ ക്യാപ്പ്? ക്യാപ്പിൻ്റെ പേരെന്താണ്? മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് ക്യാപ്പ്. ഇൻ ദ സെയിം വേ അറ്റ് ദ 3' end, 3' എൻഡിൽ നോക്കൂ, 3' എൻഡിൽ ഒരു അഡിനൈൽ റെസിഡ്യൂസിനെ ആഡ് ചെയ്ത് ഒരു പോളി അഡിനൈൽ ടെയിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ അഡിനൈൽ റെസിഡ്യൂസ് ഇങ്ങനെ അഡിനൈൻ 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 എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 200 മുതൽ 300 വരെ അഡിനൈനെ ഇവിടെ ആഡ് ചെയ്യും. അഡിനൈൽ ന്യൂക്ലിയോസൈഡിനെ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പോളി അഡിനിലേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന ടെയിലാണ് പോളി അഡിനൈൽ ടെയിൽ. In tailing, adenylate residues 200 to 300 are added at the 3' end. അപ്പോൾ ഈ ഒരു പ്രോസസ്സൂടെ കഴിയുമ്പോഴാണ് പ്രോസസ്സിംഗ് പൂർത്തിയാകുന്നത്. പൂർത്തിയായിട്ട് മെച്ചുറായിട്ടുള്ള ഒരു mRNA മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് hnRNA എന്നാണ് വിളിക്കുക. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്ന് വിളിക്കും. ഇൻട്രോൺസും എക്സോൺസും ഉള്ള സ്റ്റെപ്പാണ് hnRNA. hnRNA സ്പ്ലൈസിങ്ങിന് വിധേയമായി ക്യാപ്പിങ്ങും ടെയിലിങ്ങും പൂർത്തിയായി കഴിയുമ്പോൾ മെച്ചുറായിട്ടുള്ള മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നു. ഫുള്ളി പ്രോസസ്ഡ് hnRNA, now called mRNA, is transported out of the nucleus for translation. നേരത്തെ പ്രോകാരിയോട്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈമൾട്ടേനിയസ് ആണ്. എന്തുകൊണ്ടായിരുന്നു അത്? ഇവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോകാരിയോട്സിനില്ല. എന്നാൽ യൂകാരിയോട്സിനുണ്ട്. യൂകാരിയോട്സിൽ ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNAയുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് ചെയ്ത RNAs ആണ് ന്യൂക്ലിയർ പോർ വഴി പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് മാത്രമേ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ RNA പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് mRNA ന്യൂക്ലിയർ പോർ വഴി പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന mRNAയിലാണ് പിന്നെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. റൈബോസോംസ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന RNA ആണ് മെസ്സഞ്ചർ RNA, അല്ലെങ്കിൽ ഫുള്ളി പ്രോസസ്ഡ് mRNA ആണ് മെസ്സഞ്ചർ RNA. അതിനു മുമ്പുള്ള ഈ RNA എന്ന് പറയുന്നത് mRNA എന്നുള്ള പേര് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗി അതിനെ hnRNA എന്ന് വിളിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്ന് വിളിക്കാം. കാരണം അതിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. എക്സോൺസും ഇൻട്രോൺസും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് RNA സ്പ്ലൈസിങ്. ടെയിലിങ്ങും ക്യാപ്പിങ്ങും യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിലുണ്ട്, ഓർക്കുക. ടെയിലിംഗ് ആയിട്ട് 5' എൻഡിൽ മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു. ടെയിലായിട്ട് 3' എൻഡിൽ പോളി അഡിനൈൽ ടെയിൽ ആഡ് ചെയ്യുന്നു. പ്രോകാരിയോട്ടിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും യൂകാരിയോട്ടിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ് RNA പ്രോസസ്സിംഗ്, സ്പ്ലൈസിംഗ് എന്ന പ്രോസസ്സ് ക്യാപ്പിങ്ങും ടെയിലിങ്ങും യൂകാരിയോട്സിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. എന്നാൽ യൂകാരിയോട്സിൽ ട്രാൻസ്ലേഷൻ വിൽ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്. For video lessons, please subscribe TLP's biology classes. Thank you.